നമസ്കാരം. മ്യൂച്വൽ ഫണ്ടിലൂടെ വെറും 100 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു പോലും കോടികൾ സമ്പാദിക്കാം എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇന്നും നിങ്ങളൊക്കെ ഭയത്തോടുകൂടി മ്യൂച്വൽ ഫണ്ടിനെ കാണുന്നതും ഇന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നതുമായിട്ടുള്ള കാരണം സെക്യൂരിറ്റിയാണ്. ഇതിൽ ചെയ്ത എല്ലാ പൈസയും നമുക്ക് താഴോട്ട് പോകും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ 2 ഫണ്ടുകളാണ് പരിചയപ്പെടുത്തുന്നത്. 2 ഫണ്ടുകൾ നിങ്ങൾക്ക് വളരെ യൂസ് ആയിട്ടുള്ള ഫണ്ടുകളാണ്. ഈ ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് റിട്ടേൺ തന്നെ കിട്ടും. വലിയ രീതിയിലുള്ള റിസ്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട ആ കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, KYC ചെയ്യുക. ഇപ്പോൾ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഏതൊക്കെയാണ് ഫണ്ട് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കാം. മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതലായിട്ടുള്ള സംശയങ്ങൾ വരുന്നുണ്ട്, കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് മാത്രം അയച്ചാൽ മതി. ഞാൻ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എന്താണ് അതിനുള്ള കാരണം? അതായത് ഈ റിസ്ക്, നമ്മൾക്ക് ഭയങ്കര റിസ്ക് ഉണ്ടെന്ന് പറയുന്നതിന് കാരണം ഓരോ കമ്പനികളിലാണ് പൊതുവെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു 99.9%, ഒരു 99% കമ്പനികളും ഇക്വിറ്റിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് കംപ്ലീറ്റ് സ്വരൂപിക്കും. എന്നിട്ട് അവർ ഈ മ്യൂച്വൽ ഫണ്ടിന് ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് തരും. ആ യൂണിറ്റ്, ഈ ഫണ്ട് മൊത്തം അവർ കളക്ട് ചെയ്ത് ഫണ്ട് മാനേജേഴ്സ് കൊണ്ടിട്ട് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ പലവിധ കമ്പനികളുടെ ഷെയറുകൾ. അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അവർക്കൊരു ലാഭം കിട്ടും. ആ ലാഭത്തിൽ ആ കമ്പനി അതിൻ്റെ ഒരു പ്രോഫിറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ ബാക്കി ബാലൻസ് എടുത്തിട്ട് ഈ ഫണ്ടിലെ യൂണിറ്റിൻ്റെ പ്രൈസ് വാല്യൂ കൂടും. അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന റിട്ടേണിനെ ബേസ് ചെയ്തിട്ട് യൂണിറ്റിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ യൂണിറ്റ്, നമ്മളിപ്പോൾ 10 രൂപയ്ക്ക് ഒരു യൂണിറ്റ് ബൈ ചെയ്തു, അടുത്ത വർഷം 20 രൂപയാണ് നമ്മുടെ ഡബിളായി. നമ്മുടെ ഫണ്ട് നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഡബിൾ ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഇത് ഇക്വിറ്റിയിലേക്കാണ് ഈ ഫണ്ട് പോകുന്നതുകൊണ്ട് ഈ കമ്പനികൾ ചിലപ്പോൾ നഷ്ടം വരുത്തിയാൽ, ലൈക്ക് അദാനിയുടെ കേസ്, ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം അദാനി അടിച്ചിറങ്ങി താഴോട്ട്. അപ്പോൾ ആ സമയത്ത് ഈ അദാനിയിൽ ഏതെങ്കിലും കമ്പനി, മ്യൂച്വൽ ഫണ്ട് കമ്പനി മുഴുവൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫുൾ ലോസാണ്, കംപ്ലീറ്റ് ലോസായി. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് അവർക്കും വലിയ രീതിയിലുള്ള നാശത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂണിറ്റിൻ്റെ എല്ലാം വില വളരെയധികം കുറയുന്ന സമയത്ത് നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പലരും അത് വിറ്റ് ഒഴിയല്ല, പാനിക് സെല്ലിംഗ് നടത്താറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിന് ഏറെക്കുറെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. സ്വർണ്ണമൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാവും അല്ലേ? അപ്പോൾ സ്വർണ്ണം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ലൈക്ക് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്, വീട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. റിസ്ക്കാണ്. ഒരു റിസ്ക് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതിനെ സൂക്ഷിക്കണം എന്നുള്ളൊരു റിസ്ക്. അപ്പോൾ ഇനി മുതൽ ഈ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് വഴി സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഗോൾഡ് ETF ഫണ്ടുകളുണ്ട്. ഈ ഗോൾഡ് ETF ഫണ്ടുകൾ സ്വർണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, സ്വർണ്ണത്തിൻ്റെ മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ എല്ലാവരും സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ടാവും. സ്വർണ്ണത്തിന് ഈ 50,000 രൂപയിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോലെ 50,000 രൂപയിലെത്തി ഒറ്റടിക്കും 15,000 രൂപയിലേക്ക് സ്വർണ്ണത്തിന്റെ പ്രൈസ് പോവില്ല. എല്ലാവർക്കും അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നമ്മൾ ഇന്നും സ്വർണ്ണം വാങ്ങിപ്പിക്കാനും അല്ലെങ്കിൽ സ്വർണ്ണം സൂക്ഷിച്ചു വെക്കാനും സ്വർണ്ണത്തിനോടുള്ള ഒരു താല്പര്യബോധം ഉണ്ടാക്കാനും ഉള്ള കാരണം. അപ്പോൾ അതിങ്ങനെ കയറി വരുന്നുണ്ട്. ഈ സ്വർണ്ണം വാങ്ങിക്കുന്നവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണം വിൽക്കുന്ന ജ്വല്ലറിക്കാരും രക്ഷപ്പെടുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ്. അതിനെയും അങ്ങനെ തന്നെ തുടരും. വൈകാതെ തന്നെ സ്വർണ്ണത്തിന് ഈ പറഞ്ഞ 50,000 1 ലക്ഷം രൂപയിലേക്ക് എത്തുന്ന സാഹചര്യം നമുക്ക് കാണും. ഇത്തരത്തിൽ സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, സ്വർണ്ണം ഒരു പവൻ വാങ്ങിക്കുക എത്രയും പൈസ വേണം, 1 ഗ്രാം വാങ്ങിക്കുക എത്രയും പൈസ വേണം. എന്നാൽ ഇനി അത്രയൊന്നും പൈസ വേണ്ട. ഒരു 500 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ് ETF. അപ്പോൾ അങ്ങനെയുള്ള 2 ഫണ്ടുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 25-30% ഓരോ വർഷം ഇങ്ങനെ റിട്ടേൺ ഒന്നും കിട്ടില്ല. വലിയ ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടില്ല. എന്നിരുന്നാലും ഞാനിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഫണ്ടുകൾ, 2 ഫണ്ടുകളും 20% എടുത്ത് റിട്ടേൺ ലാസ്റ്റ് 1 ഇയറിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഫണ്ടുകൾ, നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കമ്പനിയാണ്, എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ്, എല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കമ്പനിയാണ്, എല്ലാവർക്കും വിശ്വാസമുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്. അപ്പോൾ ഏതാണ് കമ്പനി എന്ന് നോക്കാം. നമ്പർ 1 LIC മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് ETF ഫണ്ടാണ്. LICനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. 48.87 കോടിയുടെ ഫണ്ട് സൈസ് ഉണ്ട്. 20.46 പൈസയാണ് ഇപ്പോഴത്തെ NAV, ഒരു യൂണിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് 1 ഇയറിൽ 19.2%, ഓൾമോസ്റ്റ് 20% അടുത്ത് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 3 ഇയറിൽ നോക്കുമ്പോൾ 15% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 5 ഇയറിൽ നോക്കുമ്പോൾ 16% ഇയർലി റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ്. 1% എക്സിറ്റ് ലോഡ് ഉണ്ട്. 15 ദിവസം കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1% നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് കട്ടാവാനുള്ള സാധ്യതയല്ല, ചാർജ് കട്ടാക്കും. 5,000 രൂപയാണ് നിങ്ങൾ 1 ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 500 രൂപയായിട്ട് നിങ്ങൾക്ക് കൂടുതൽ 500 അതിന് കൂടുതലായിട്ട് എത്ര വേണം ചെയ്യാം. SIP ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1000 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2013 LIC മ്യൂച്വൽ ഫണ്ട് ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് പ്രൈസ് ഓഫ് ഗോൾഡ്, ഇന്ത്യയിലുള്ള ഗോൾഡിന്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നത്. അതായത് ഇന്റർനാഷണൽ പ്രൈസ് അല്ല കേട്ടോ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡിന് ഇത്ര കയറി എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൽ കയറില്ല. ഇന്ത്യയിലുള്ള പ്രൈസിനെ ബേസ് ചെയ്തിട്ട് ഡൊമസ്റ്റിക്
പ്രൈസ് ഓഫ് ഗോൾഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ബെഞ്ച് മാർക്ക്. സിൻസ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ 6.53% ഇയർലി റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതായത് 11 വർഷങ്ങളിൽ ഈ ഫണ്ട് ഒരിക്കൽ പോലും നാശത്തിലേക്ക് പോയിട്ടില്ല, നഷ്ടത്തിലേക്ക് പോയിട്ടില്ല. എല്ലാപ്പോഴും റിട്ടേൺ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള തുക ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. അതുപോലെ സ്വർണ്ണത്തിന്റെ വില കൂടിയാൽ അതിന്റെ റിട്ടേൺ നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും. ഇപ്പോൾ ഈ ലാസ്റ്റ് 1 ഇയർ ഇത്രയും % റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ആ വില കൂടുമ്പോൾ അതിന്റെ റിട്ടേൺ നമുക്ക് ആസ്വദിക്കാനും പറ്റും എന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഫണ്ട് നമ്പർ 2 ഇൻവെസ്റ്റ്കോ ഇന്ത്യ ഗോൾഡ് ETF ഫണ്ടാണ്. ഈ ഫണ്ടും 67.93 കോടിയുടെ ആസ്തിയുണ്ട്. 22 രൂപ 16 പൈസയാണ് ഇതിന്റെ NAV, ഒരു യൂണിറ്റിന്റെ പ്രൈസ്. മിനിമം 500 രൂപയായിട്ട് SIP ചെയ്യാം. LICയിൽ 1000 രൂപയാണ്, ഇതിൽ 500 രൂപയായിട്ട് SIP ചെയ്യാം. എക്സിറ്റ് ലോഡ് ഇല്ല. അപ്പോൾ LICയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡ് ഇല്ല, അതുപോലെ തന്നെ അതിൻ്റെ ചാർജ് അതില്ല. അതുപോലെ 500 രൂപ മിനിമം SIP ചെയ്യാം. ഇതൊരു സാധാരണക്കാരന് ചെയ്യാം. റിട്ടേൺ അവർ കൊടുത്ത അതേപോലെ റിട്ടേൺ ഉണ്ട്. 19.2% റിട്ടേൺ ഒരു 1 ഇയറിലുണ്ട്, 15.21% 3 വർഷത്തിലുണ്ട്, 16.93% 5 വർഷത്തിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫണ്ട്. അപ്പോൾ നല്ലൊരു ഫണ്ടാണ്. ഈ രണ്ട് പ്രത്യേകതകളാണ് LICയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. 2013 ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഇവരും ഡൊമസ്റ്റിക് പ്രൈസ് ഓഫ് ഗോൾഡിനെ ബേസ് ചെയ്തിട്ട് 6.86% റിട്ടേൺ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് LICയും ഇതും തമ്മിലുള്ളത്. 2 അല്ല 3 കാര്യം. ഒന്ന്, LIC എന്ന് പറഞ്ഞാൽ ഒരു പൊതുമേഖല കമ്പനിയാണ്, നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരു കമ്പനി വൈസ് നമ്മൾ ഓക്കെയാണ്, LIC ആണ് ബെസ്റ്റ്. ദെൻ LICയിൽ മറ്റ് 2 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ലോഡ് 15 ദിവസം കൊണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് വരും 1%. അതുപോലെ മിനിമം 1000 രൂപ മാത്രമേ SIP ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് 2ആണ്. മറ്റേ കമ്പനി ആകുമ്പോൾ എക്സിറ്റ് ലോഡ് ഇല്ല, 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ വിഡ്രോ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ 500 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ LIC ചെയ്യുക, അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമില്ല ഇത് ചെയ്യുക, ഏത് വേണം ചെയ്യാം. 2 ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. 1000 രൂപയ്ക്ക് മുകളിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ലോങ് ടേം വിഷൻ ആണെങ്കിൽ LIC തന്നെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല 2 ഫണ്ടാണ് അല്ലേ. ഗോൾഡ് ബേസ് ചെയ്തിട്ട്, ഡൊമസ്റ്റിക് ഗോൾഡൻ റേറ്റ് ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കി വെക്കാത്ത ഫണ്ടാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, പേടിയുള്ളവർ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിട്ടേൺ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലെ ഒരു കംഫർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ കംഫർട്ട് നിങ്ങൾ മറ്റുള്ള ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് മാറുക തന്നെ ചെയ്യും. അതിൽ സംശയമൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, മറുപടികളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.